ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. മച്ച് വെയിറ്റഡ് റിയാക്ഷൻ വീഡിയോ. ഈ വർഷത്ത് ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി വാഴ 2ന്റെ ട്രെയിലർ റിയാക്ഷനിലോട്ടേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം. ഒട്ടും സമയം വേസ്റ്റ് ആക്കണ്ട ഗൈസ്. ഇവനൊക്കെ താനി ഗുണ്ടകളാ. ടിസി കൊടുത്തങ്ങ് പറഞ്ഞു വിടുന്ന ഇവനൊക്കെ. എന്ന് ഇവിടെ കിടന്ന് അടിയും വഴക്കുവാ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം വെറുതെ അനാവശ്യം പറയാൻ കരുത്. സത്യം പറയാൻ എനിക്ക് ഇതിലുള്ള ആൾക്കാരുടെ പേരൊന്നും അറിയില്ല. വാഴ 1 കണ്ടിട്ടുണ്ട്. ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഇനി വേറെ വള്ളികളൊന്നും വരായിരുന്നാ സംഭവം ആൾക്കാരല്ലേ ഇതൊക്കെ. അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയൂ? അജു വർഗീസ് ഉണ്ട്, വിജയ് ബാബു ഉണ്ട്. മൊത്തം കുഴപ്പമാണല്ലോടാ. ബ്രോ സൂപ്പർ ജോയിന്റ് പിള്ളേര് വല്ലാണ്ട് അങ്ങ് വളർന്നു. ഇത്തിരി ലഹരിയൊക്കെ ബെസ്റ്റ് ആളെ കിട്ടിയിരിക്കുന്നത്. ഇത് കത്തും മക്കളെ, ഇത് കത്തും, ഇത് പൊളിക്കും, ഇത് പൊളിച്ച് കത്തും. യങ്സ്റ്റേഴ്സും ഓൾ സ്റ്റാറിന്റെ ടീമാണെങ്കിലും അതും കട്ടക്ക് തന്നെ, കട്ട വെയിറ്റ് പോലെ. വിപിൻ ദാസ് അല്ലേ മറ്റേ ഇതെല്ലാം എടുത്തത് ഗുരുവായൂർ അമ്പലം നടയിൽ. ജയ 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 പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ മോശമില്ല, എന്തായാലും ആരും കാണത്തില്ല. ഡയറക്ടർ സബിൻ സാ. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു മൊമെന്റത്തിലാണ് പോകുന്നത് തോന്നുന്നു. പിന്നെ ട്രെയിലറൊന്നും കണ്ടിട്ട് നമുക്ക് ഈ കാലത്ത് ഒന്നിനെയും വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊക്കെ തോന്നും ട്രെയിലറിലൊക്കെ, നമ്മളെ എമ്പുരാനെല്ലാം കാണുമ്പോൾ തോന്നിയിരിക്കുന്നത് പോലെ. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അട്ടർ ഫ്ലോപ്പ് ആവും. അതുപോലെ തന്നെ ഇത് ചിലപ്പം ഭയങ്കര ഇംപ്രസീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു വരാം. വാഴ 1 ഞാൻ കണ്ടതാണ്, എനിക്കൊരു ഓക്കെ ഫീൽ മൂവി ആയിട്ടാണ് തോന്നിയത്. നത്തിങ് ഗ്രേറ്റ് ഒരു പ്രാവശ്യം കണ്ടു, മറന്നു. അതിലുള്ള കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയില്ല. അതിൽ കോട്ടയം നസീർ ഉണ്ട്, പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നല്ലാതെ അതിലത്തെ ഈ യങ്സ്റ്റേഴ്സായി ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഒന്നും എൻ്റെ മനസ്സിലൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണോ എന്നുള്ള കാര്യം നിങ്ങൾ കംസായിട്ടിടൂ. പിന്നെ വാഴ 2ന്റെ ഫാൻസ് ആണോ, വാഴ 1 സിനിമ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. എനിക്കിത് ജസ്റ്റ് ഒരു മൂവി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു ലെവൽ വെച്ചിട്ട് തന്നെ ഇതും പോകുമെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുകളിലോട്ടേക്ക് ദീപാറുന്ന പെർഫോമൻസ് ഒന്നും ആയിട്ടൊന്നും വരാൻ സാധ്യത തോന്നുന്നില്ല. കാരണം മികച്ച പടങ്ങളായിട്ടുള്ള ദൃശ്യം 2 പോലുള്ള സിനിമകൾ എന്തായാലും മെയ്യിലോട്ടേക്ക് മാറ്റി തോന്നുന്നു ഇതിൻ്റെ റിലീസ്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് ഇതായിരിക്കും. ഏപ്രിലിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സമ്മർ സീസണിൽ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അതങ്ങ് കത്തിക്കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത് കണ്ടിട്ടുള്ളൊരു ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഡൗൺ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്. എന്തായാലും